നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, അനക്കം തുടങ്ങിയോന്നൊരു സംശയം. സംശയിക്കൊന്നും വേണ്ട, അനക്കം തുടങ്ങിയിട്ടുണ്ട്. കുട്ടിക്ക് വളർച്ചയായി തുടങ്ങി. വാ, എഴുന്നേറ്റ് വാ, ഡോണ്ട് വറി. എങ്ങനെയുണ്ട് ഡോക്ടറെ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കുഞ്ഞിന് വളർച്ചയായി തുടങ്ങി. ഇനിയിപ്പോ ബഹളമായിരിക്കും. അത്രയ്ക്കായോ? അത്രയ്ക്കായോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? വയറ്റിൽ കിടക്കുമ്പോ തന്നെ കുഞ്ഞുങ്ങൾക്കറിയാം ഞാൻ എന്താണെന്നും എനിക്ക് എന്താ വേണ്ടേന്നും. എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ തന്നെ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം നൽകിയ ഒരു വരദാനമാണ്. ആരോഗ്യകരമായ ഒരു നല്ല പ്രഗ്നൻസിയാണ് സുജാതയുടേത്. തീരെ ചെറിയ പ്രായമൊന്നും അല്ലല്ലോ സുജാതയ്ക്ക്. അല്ലെങ്കിലും ഇവൾക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആരോഗ്യമുള്ള കുട്ടിയാണ് സുജാത. ചെറിയ കുട്ടികളെയും ഞങ്ങൾ നോക്കുന്നതല്ലേ. അങ്ങനെ അപേക്ഷിച്ച് നോക്കിയ സുജാത എന്തുകൊണ്ട് ഫിസിക്കലി ഓക്കെ ആണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനൊരു കാര്യം ചെയ്തപ്പോ മുതല് നല്ലൊരു പേടിയുണ്ടായിരുന്നു ഡോക്ടർ മനസ്സിൽ. ഇത് സക്സസ് ആവൂ എന്നുള്ള ഭയം എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോ സമാധാനിക്കുന്നു ഞാൻ. അരുതാത്തതൊന്നും സംഭവിച്ചില്ലല്ലോ, വിജയകരമാണല്ലോ. ഇതിനെ ദൈവാനുഗ്രഹമായി ഞാൻ കാണുന്നു. എങ്കിൽ ഞാനൊരു ഉപദേശം തരാം. മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ തോന്നിയ അതെല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും സ്നേഹിച്ചു തുടങ്ങണം. സന്തോഷ വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും മാനസിക ആരോഗ്യപരമായൊരു കുഞ്ഞിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ നീക്കങ്ങളും വളർച്ചയെത്തിയ ഗർഭസ്ഥ കുഞ്ഞുങ്ങളിൽ പ്രതിഫലിക്കും. പിന്നെ അമ്മയുടെ സ്നേഹ മനോഭാവം കുഞ്ഞുങ്ങൾ അത് തിരിച്ചറിയും. നല്ലൊരു കൾച്ചർ വാർത്തെടുക്കാൻ അതൊക്കെ ഒരുപാട് ഉപകരിക്കും. വയറ്റിലൊരു അനക്കം കേൾക്കുമ്പോ അമ്മ അറിയാതെ തന്നെയുള്ള ഒരു തലോടലുണ്ടല്ലോ. സ്നേഹത്തോടെയുള്ള ആ തലോടൽ ഏതൊരു കുഞ്ഞിനും തിരിച്ചറിയാം. ഇതൊരു പ്രപഞ്ച സത്യമാണ്. സ്നേഹപരിചരണം ഒരു കുഞ്ഞിന്റെ ബുദ്ധിവികാസത്തിന് ഒരുപാട് സ്വാധീനവും ഗുണവും ചെയ്യും. അറിയാം ഡോക്ടർ, എനിക്കത് നന്നായി മനസ്സിലായി. ഇങ്ങനെയായിരുന്നു എന്റെ 2 മക്കളുടെയും പ്രഗ്നൻസി പീരീഡിൽ ചെയ്തിരുന്നത്. ഇതിപ്പോ ഡോക്ടർക്ക് അറിയാലോ. ആറ്റുനോറ്റിരുന്ന് പരിപാലിച്ചെടുക്കുമ്പോഴും ആ കുഞ്ഞിന്റെ സ്വന്തമല്ല എന്നുള്ള തിരിച്ചറിവ് ഒരു സത്യമാണ്. പക്ഷേ ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും കൈവിടാതെ പ്രാണനെ പോലെ കാത്തു സൂക്ഷിച്ച ഞാൻ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നത്. ഇതെന്റെ കടമയാ ഡോക്ടർ. ദൈവം എനിക്കായി വിധിച്ചു നൽകിയ കടമ. ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. അതിനായി എന്റെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. നീയോ എന്താ വന്നത്? നിന്റെ 16 അടിയന്തരം കാണാൻ എന്താ പറ്റുമോ? ഇത്തരം വാചകങ്ങളൊക്കെ കുറെ ഞാൻ കേട്ടതാ. ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കൂടുതൽ ഷോ ഒന്നും വേണ്ട. കാര്യം എന്താന്ന് പറ. വന്ന കാര്യം നിന്നോട് വായിട്ടലക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവനെ വിളിക്ക്, ആ സാജിത്തിനെ. ഇത് എങ്ങോട്ടീ തള്ളിക്കയറി പോകുന്നേ? ഞാൻ പറഞ്ഞല്ലോ, നിന്റെ 16 അടിയന്തരത്തിന് തൂഷണിയിലെ വെട്ടാൻ വന്നതാ ഞാൻ. എന്താടി സന്ധ്യ ഇത്? ഇവളൊക്കെ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ? വന്നതല്ലേ ഏട്ടാ, എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ. എങ്കി പറയടി. എടാ, എന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഞാനൊരു കാര്യം ചോദിച്ചറിയാൻ വേണ്ടി വന്നതാ. ആണാണെങ്കിൽ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ആണാണോ എന്ന് ഞാൻ നിനക്ക് പ്രത്യേകിച്ച് തെളിയിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ദേ എന്റെ പെങ്ങള് കൊച്ചിവിടെ നിൽക്കുന്നു. ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞു തന്നെ അതിനുള്ള ഉത്തരം. അല്ല, നിന്നെ എന്തിനാ പെങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്തോ കരുതി കൂട്ടിയുള്ള വരവാണെങ്കിൽ അത് വേണ്ട റൂബി. നിന്റെ ആ കരുതലിന് ഞാൻ നിന്ന് തരത്തില്ല. എടാ, എനിക്ക് കരുതലും കൂട്ടലൊന്നും ഇല്ല. ഒരൊറ്റ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. ഒരു കാര്യം, പ്രകാശൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിനക്കറിയാം, നിനക്ക് മാത്രം അറിയാം. അതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിഞ്ഞേ പറ്റൂ. പ്രകാശം വടിയായി, ആത്മഹത്യയായിരുന്നു. അതിന്റെ കർമ്മങ്ങളും കഴിഞ്ഞു. ദേ, ഓഫീസിൽ നിന്നുള്ള ജീവനാംശം വരെ കിട്ടിക്കഴിഞ്ഞു. ഇതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. എടാ, അതിനേക്കാളൊക്കെ കൂടുതലേ കുറെ സംശയങ്ങൾ എനിക്ക് ബാക്കിയുണ്ട്. നീയാണ് ആ സംശയത്തിനെല്ലാം പുറകില്. നീ ഒറ്റൊരാളാ. പറ, പ്രകാശൻ ആത്മഹത്യ ചെയ്തു, സമ്മതിക്കാം. ബോഡി കിട്ടിയില്ല, അതും ഞാൻ സമ്മതിക്കാം. പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സംശയം ബാക്കിയുണ്ട് എനിക്ക് മാത്രം. ഇതൊന്നും ഇവിടെ വന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചേട്ടനെ എന്തിനാ ബന്ധപ്പെടുത്തുന്നേ? എടാ, നിന്നോട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? അല്പപ്രാണികൾക്ക് സംസാരിക്കാനുള്ള സ്ഥലമല്ല ഇത്. നീ നിന്റെ കാര്യം നോക്കി പോവണേ. എനിക്ക് ചോദിക്കാനുള്ളത് നിന്നോടാ സജിത്തെ. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ കുറച്ചു മുമ്പ് നീ ചോദിച്ച ആണാണോ എന്നുള്ള സംശയമാണോ? അതല്ലെന്ന് എനിക്ക് അറിയാലോ.
ഇത് പ്രകാശനായിട്ട് ബന്ധപ്പെട്ട കാര്യമാ. നീയും അതിന്റെ ഒരു ഭാഗമാ. ആ, ഞാൻ പറഞ്ഞല്ലോ റൂബി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. അതിനുള്ള മറുപടി ഒന്നും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യവും എനിക്കില്ല. അയാൾ വടിയായി പോയെന്ന് പറഞ്ഞില്ലേ? അയാളെ ആരോ തല്ലിക്കൊന്ന് ചാക്കി കെട്ടി എവിടെയോ കൊണ്ട് കളഞ്ഞു എന്നാ ഞാൻ അറിഞ്ഞത്. അതിൽ നീ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? എടാ, ആര് വേണമെങ്കിലും കൊല്ലാനും എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരാളാണ് ഞാനെന്ന് നിനക്കറിയാലോ സൈത്തെ. അതുകൊണ്ടേ ഇത്തരം ചോദ്യം അനാവശ്യമാണ്. ഇപ്പോ മയത്തിൽ ഞാൻ നിന്നോട് ചോദിക്കാം, വഴക്കിന്റെയോ ബഹളത്തിന്റെയോ ഒരു കാര്യവും ഇല്ലാതെ പ്രകാശം മരിച്ചത് തന്നെയാണോ?